പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73 അധ്യായം 22 തിരുവചനം. അങ്ങയുടെ മുൻപിൽ ഞാനൊരു മൃഗത്തെപ്പോലെ ആയിരുന്നു, എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോടുകൂടിയാണ്. അവിടുന്ന് എൻ്റെ വലത്തുകൈ ഗ്രഹിച്ചിരിക്കുന്നു. ചിലപ്പോൾ മൃഗതുല്യമായ ദുരവസ്ഥകളും സഹനങ്ങളും നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ഒരു മാനുഷിക പരിഗണന പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ ഒറ്റപ്പെടലിൻ്റെ കയത്തിൽ ജീവിക്കുമ്പോഴും നമുക്ക് കർത്താവ് തരുന്ന ഒരു ഉറപ്പ് ഇതാണ്: ഈ അവസ്ഥയിലും നിന്നോടുകൂടെ നിൽക്കുവാനും നിന്റെ കരം ഗ്രഹിക്കുവാനും ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ ജീവിതം ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല എന്നോർക്കുക. നമ്മുടെ കണ്ണുനീർത്തുള്ളികൾ തൻ്റെ കൈവെള്ളയിൽ ശേഖരിക്കുന്ന കർത്താവ് ആ കരം നമ്മളെ ഇന്നും താങ്ങുന്നുണ്ട് എന്നോർക്കുക. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ കടന്നുപോകുന്ന എല്ലാ ദുരവസ്ഥകളെയും കൊടുക്കാം. കർത്താവിൻ്റെ കരം ഈ അവസ്ഥയിലും നമ്മളെ താങ്ങുന്നുണ്ട്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.